ഹലോ ഓൾ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേബി ഡയപ്പറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഡയപ്പർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നാളും കൂടി പോണത്. ലിഫ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മിറർ സെൽഫി മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഡയപ്പർ വാങ്ങുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ ബേബീസിന് കൂടുതൽ സമയം യൂസ് ചെയ്യുമ്പോൾ റാഷസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ കൂടുതലും ഡയപ്പർ വാങ്ങാറുള്ളത് നെസ്റ്റോ എന്നാണ്. കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഡയപ്പേഴ്സ് കിട്ടുന്നത് ഓപ്ഷൻസ് കൂടുതലുള്ളത് നെസ്റ്റോയിലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബേബി നാച്ചുറലിൻ്റെ ഡയപ്പറാണ്. സെക്കൻഡ് വൺ ബേബി കൂളിൻ്റെ ഡയപ്പർ. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡയപ്പേഴ്സിൻ്റെ. നമ്മൾ കൂടുതലും എമിക്ക് ചൂസ് ചെയ്യാറുള്ളത് അവനക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും റാഷസ് ഫ്രീ ആയിട്ടുള്ള ഡയപ്പറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള 2 ഡയപ്പറില്ലേ, ബേബീൻ്റെയും അതേപോലെ തന്നെ ബേബി കൂളിൻ്റെ ഡയപ്പറാണ് ഞങ്ങൾ കൂടുതൽ വാങ്ങിക്കാറ്. അവനക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ളതും അതേപോലെ തന്നെ ലീക്കേജ് ഇല്ലാത്തതും ഈ 2 ഡയപ്പേഴ്സാണ് നമ്മൾ വാങ്ങാറ്. നെസ്റ്റോയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ക്രീം ബണ്ണ് മസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീം ബണ്ണാണത്. പിന്നെ എനിക്ക് ചോക്ലേറ്റ് വാങ്ങി, അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യണ സെക്ഷനൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ഒരു പൂച്ച കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം പൂച്ചനെ അതിൻ്റെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.